ഇതെന്താണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ചേമ്പിൻ്റെ തണ്ടാട്ടോ, തോരൻ വെക്കാൻ വേണ്ടി എടുത്തതാണേ. നല്ലതാണ്, അതും നമ്മുടെ വൻപയറും എല്ലാം കൂടെ തോരൻ വെക്കാം. അപ്പം ഇന്ന് അങ്ങനെ തോരൻ വെക്കാമെന്ന് വെച്ചാൽ അത് എടുത്തതാട്ടോ. അതിനു മുമ്പ് വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഞാൻ അതെല്ലാം അരിയും കേട്ടോ. അരിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തൊലി, വണ്ടയിൽ ഒരു തൊലി, ചെറിയൊരു തൊലി പോലുണ്ട്, അതെല്ലാം ഞാൻ നമ്മുടെ ആ പിച്ചാത്തി വെച്ച് നമ്മളിങ്ങനെ അതിങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി, അതെങ്കിൽ പോരും കേട്ടോ. ഞാൻ അതൊക്കെ കളഞ്ഞ് വെച്ചേ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് അരിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസം അത് അരിയാൻ വേണ്ടി. എന്തോ നല്ലൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും അതിങ്ങനെ അരിയാൻ. അങ്ങനെ അത് മൊത്തം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ടേ. എന്നിട്ട് പിന്നെ അതിന് തേങ്ങയൊക്കെ ചതയ്ക്കണം. അതിനോട്ട് തേങ്ങയും നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ എടുത്തിട്ട് തേങ്ങ നല്ലോണം ചതച്ചെടുക്കണം. നമുക്ക് തോരനൊക്കെ ചതയ്ക്കുന്നത് നമുക്കറിയാമല്ലോ, അതുപോലെ ചതച്ചെടുക്കണേ. വൻപയർ നമ്മൾ പിന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കുക്കറിലോട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി, അതിന് മുമ്പ് അത് വേവും നമുക്ക്. അങ്ങനെ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ പയറും കൂടെ അങ്ങ് വെള്ളത്തിലോട്ടിട്ട് അതും കൂടെ വേവിക്കാമെന്ന് വെച്ചു. നമുക്കിതുപോലത്തെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തോരൻ വെച്ചാലേ നല്ലതല്ലേ. ഇതിനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, പ്രത്യേക ടേസ്റ്റാണ് ഇത് തോരൻ വെച്ച് കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇലയും ഇത് മറ്റേ നമ്മുടെ സാധാ കിഴങ്ങുണ്ടാകുന്ന ചേമ്പല്ല കേട്ടോ, ഇങ്ങനെ തോരൻ വെക്കാൻ വേണ്ടി മാത്രമൊക്കെയുള്ള ഇതാണ്, ഇന്നല്ലാതെ കിഴങ്ങില്ല. അങ്ങനെ പയറൊക്കെ വെന്ത് നമുക്ക് തോരൻ വെക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, ഞാനാണെങ്കിൽ ഇതിന് മറ്റേ നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ, അതും കൂടി വെച്ചിട്ട് മുറിച്ചൊന്നും ഇതെടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പെട്ടെന്ന് മറന്നുപോയി. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചേമ്പിൻ്റെ തണ്ടും പിന്നെ ചതച്ച് വെച്ച ഇതുണ്ടല്ലോ തേങ്ങയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച വൻപയറും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഒരു ശകലം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഒരു പൊടിക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലില്ല കേട്ടോ, ഞാൻ ചർച്ചിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനം കേട്ടോ. ഇത് നേരത്തെ വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. മറ്റേ പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാനും നല്ലതാണ്, പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടം ഇതുപോലെ തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതൊന്നും തോരൻ വെച്ച് നോക്കണം കേട്ടോ. വൻപയറും കൂടി ഇട്ട് വെക്കണം, ആ പയറും കൂടി ഇട്ട് വെക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മമ്മി കേട്ടോ വീഡിയോ എടുക്കുന്നേ, അതുകൊണ്ട് ഭയങ്കര പോരായ്മകളൊക്കെ കാണും. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുഞ്ഞും വന്നു, അവനും കൂടെ വായി. നമ്മൾ എന്തെങ്കിലും ഒന്ന് നോക്കുന്നുണ്ട് ഉടനെ അവനും വരും. നമ്മളെന്തെങ്കിലും കറിയൊക്കെ വെക്കുവാണെങ്കിലും ശരി, അവനതിങ്ങനെ ഉപ്പ് നോക്കാൻ കയ്യിൽ വെച്ച് കൊടുക്കണം. പിന്നെ അവനും കൊടുത്തു കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.